ഫോൺ പേയും ഗൂഗിൾ പേയും ഒക്ടോബർ 1 മുതൽ ഈ സേവനം നിർത്തലാക്കുന്നു. പണമിടപാടുകൾക്ക് ഫോൺ പേ, ജിപേ, പേടിഎം തുടങ്ങിയ UPI ആപ്പുകളെ ആശ്രയിക്കുന്നവരാണോ? എന്നാൽ UPI ഇടപാടുകൾക്ക് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്താൻ പോകുന്ന പുതിയ നിയമങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. റിപ്പോർട്ടുകൾ പ്രകാരം UPI ഫീച്ചറുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പീർ ടു പീർ ഇടപാടുകൾ നീക്കം ചെയ്യും. അതായത് ബാങ്കുകളിൽ നിന്നും പേയ്മെന്റ് ആപ്പുകളിൽ നിന്നും കളക്ട് റിക്വസ്റ്റ് നീക്കം ചെയ്യും. ഒക്ടോബർ 1 മുതലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരിക. ഉപയോക്താവിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുക, സാമ്പത്തിക തട്ടിപ്പുകൾ കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഇത് നടപ്പാക്കുന്നത്. മറ്റ് UPI ആപ്പ് ഉപയോഗിക്കുന്നവരോട് പണം അയക്കാൻ ആവശ്യപ്പെടുന്നതിനാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഒരു നിശ്ചിത തുക അയക്കാനോ അല്ലെങ്കിൽ ഒരു ബിൽ സ്പ്ലിറ്റ് ചെയ്യുന്നതിനോ ആണ് സാധാരണഗതിയിൽ ഇത് ഉപയോഗിച്ചിരുന്നത്. നേരത്തെ ഇത്തരത്തിൽ 2000 രൂപ വരെ മാത്രം കൈമാറാൻ സാധിക്കുന്ന തരത്തിൽ ഈ ഫീച്ചറിന്റെ സേവനം പരിമിതപ്പെടുത്തിയിരുന്നു. എന്നിട്ടും സാമ്പത്തിക തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെയാണ് P2P ഫീച്ചർ നിർത്തലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ QR കോഡ് സ്കാൻ ചെയ്തോ പണം അടയ്ക്കേണ്ട വ്യക്തിയുടെ UPI ആപ്പുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പർ തിരഞ്ഞെടുത്തോ മാത്രമേ പണം അയക്കാൻ സാധിക്കുകയുള്ളൂ. UPIയുടെ ഈ പുതിയ പണമിടപാട് നിയമങ്ങൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, സ്വിഗ്ഗി, IRCTC തുടങ്ങിയ മർച്ചന്റ് ട്രാൻസാക്ഷനെ ബാധിക്കില്ല. എന്നിരുന്നാലും പണമിടപാട് പൂർത്തിയാക്കുന്നതിനായി അവർക്ക് റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യേണ്ടിയും UPI പിൻ നൽകേണ്ടിയും വരും.